ക്രീമി ആയിട്ടുള്ള മയണൈസ് സീറോ ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് വളരെ ലൈറ്റാണ്, ഹെൽത്തിയാണ്, സൂപ്പർ ക്രീമിയാണ്, പെർഫെക്റ്റ് ആണ് സാൻഡ്വിച്ചുകൾക്ക്, റാപ്സ്, സാലഡ്സ് ഡിപ്പായിട്ട് യൂസ് ചെയ്യാൻ. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് ഞാനൊരു 25 കശുവണ്ടി കുതിർത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം പനീർ, ഒരു 15 ഗ്രെയിൻസ് പെപ്പർ, പാകത്തിന് ഉപ്പിട്ട് 2 ടീസ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ക്രീമി ആയിട്ട് സോഫ്റ്റായിട്ട് അടിച്ചെടുക്കണം. ഇവിടെ മയണൈസ് വന്നിട്ട് ഫ്ലോയി കൺസിസ്റ്റൻസിയാണ്. ഇത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവുന്നതായിരിക്കും. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 8 ഗ്ലാസ് ജാറിൽ നമുക്കിതിന് ഒരാഴ്ച വരയ്ക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അടുത്ത വേരിയേഷൻ ഉണ്ടാക്കാം ചില്ലി ഗാർലിക് മയണൈസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് അതേപോലെ 25 കുതിർത്തിയ കശുവണ്ടി, 200 ഗ്രാം പനീർ, ഒരു 15 നമ്മുടെ പെപ്പറിൻ്റെ ഗ്രെയിൻസ് പാകത്തിന് ഉപ്പിട്ടിട്ട്, ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ 1 ടീസ്പൂൺ തരിമുളക് പൊടി, ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചെടുക്കാം. കുറച്ച് പാലൊഴിച്ച് ഇതും കൂടി നന്നായി ക്രീമി ആയിട്ട് നമുക്ക് സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ഗാർലിക് മയണൈസ് സീറോ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേ സെയിം റിച്ച് ടേസ്റ്റാണ്, പക്ഷേ ഓയിലൊന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ 1 മണിക്കൂറെങ്കിലും കശുവണ്ടീനെ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. പിന്നെ പാല് നമ്മൾ അടിക്കാൻ യൂസ് ചെയ്യുന്ന പാല് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.